തെരഞ്ഞെടുപ്പിക്കുന്ന ഒരു വാർത്തയിലേക്ക് കടക്കുന്നു. ഛത്തീസ്ഗഡിൽ നക്സലേറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ മലയാളിയും പാലോട് സ്വദേശി വിഷ്ണു ആറാണ് മരിച്ച മലയാളി. മറ്റൊരു ജവാൻ ശൈലേന്ദ്രയും മരിച്ചിട്ടുണ്ട്. നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട്. 2 സൈനികരുടെ നില ഗുരുതരമാണ്. ഐഷത്തുൽ ഷംന വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മുൻപ് ഇപ്പോൾ പഞ്ചായത്ത് അംഗം സുനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പാലോട് പഞ്ചായത്ത് അംഗമാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കുന്നു. ശ്രീ സുനിൽകുമാർ, ഈ പാലോട് സ്വദേശിയായ വിഷ്ണു എന്ന ജവാനാണ് വീരമൃത്യു വരിച്ചതെന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്. ഈ വിഷ്ണുമായിട്ട് താങ്കൾക്ക് പരിചയമുണ്ടോ? അദ്ദേഹം പാലോട് എവിടെയാണ്? വിഷ്ണു നന്ദിയോട് പഞ്ചായത്തിൽ നവോദയ വാർഡിലാണ് താമസക്കാരനാണ്. ചെറ്റച്ചൽ ഭാഗത്താണ് താമസിക്കുന്നത്. നവോദയ സ്കൂളിനടുത്താണ് ഈ വീട്. വിഷ്ണുവിന് 2 കുട്ടികളുണ്ട്, വൈഫുണ്ട്, അച്ഛനും കുടുംബമാണ് വിഷ്ണുവിൻ്റെത്. ഞങ്ങൾക്കെല്ലാം ഉണ്ട്. ഈ നാട്ടില് ഏത് കാര്യത്തിൽ അദ്ദേഹം വർഷങ്ങളായി സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. അതെ 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 ഇപ്പൊ വന്നിട്ട് പോയിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. ഓ, അത് ശരി. ഇവിടെ വീടിന്റെ പാല് കാച്ചി കഴിഞ്ഞിട്ട് പോയതാണ്. 1 മാസമേ ആയിട്ടുള്ളൂ പോയിട്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ ഒരു മരണവിവരം അറിയിച്ചിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ട്. വഞ്ചനാവലി ഒരുപാട് ജനങ്ങൾ ഉണ്ട്. എല്ലാവർക്കും ദുഃഖം താങ്ങാനാവാത്ത വളരെ പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. തീർച്ചയായും അപ്രതീക്ഷിതമായ സംഭവമാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, ഒരു ജ്യേഷ്ഠത്തി, വിഷ്ണുവിന്റെ വൈഫ്, 2 കുട്ടികൾ. ഈ അമ്മയുടെ അമ്മയുണ്ട്. ശരി. ഭൗതികദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും സൈന്യത്തിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, കൂടുതലായിട്ട് അറിയാൻ ഉടനെ എത്തും. അല്ല, അരുവിക്കര MLA സ്റ്റീവ സാറൊക്കെ ഇവിടെ ഉണ്ട്. വാമനാപുരം MLA DK MLA സാർ എത്തും. MP അടൂർ പ്രകാശ് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും വളരെ ദുഃഖത്തിലാണ്, സഹിക്കാൻ പറ്റാത്ത ദുഃഖത്തിലാണ് എല്ലാവരും. മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സൈന്യം തന്നെയാണോ ഈ ഒരു മരണവിവരം അറിയിച്ചത്? വീട്ടിലൂടെ അറിയിച്ചത്. ശരി. റിലേഷനിലുള്ള ഒരാള്, വിഷ്ണുവിന്റെ റിലേഷനിലുള്ള ഒരു കക്ഷി ഇവിടെ ഉണ്ടായിരുന്നു, ലീവിനുണ്ട്. അപ്പൊ ആ കക്ഷി മുഖാന്തരമാണ് പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ ഡൽഹിയിലോട്ട് ആരെങ്കിലും പോകുന്നുണ്ടോ? കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല, അതിനെ കുറിച്ചൊന്നും ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. ശരി, എന്തായാലും വളരെ നന്ദി ഞങ്ങളുമായി ചേർന്നതിന്. ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഛത്തീസ്ഗഡിൽ കൊല്ലപ്പെട്ടതിൽ മലയാളി ജവാനും ഉണ്ട് എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരം പാലോട് സ്വദേശി വിഷ്ണു ആറാണ് വീരമൃത്യു വരിച്ച മലയാളി ജവാൻ. മറ്റൊരു ജവാൻ ശൈലേന്ദ്രയും വീരമൃത്യു വരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു. 2 സൈനികരുടെ നില ഗുരുതരമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഐഷത്തുൽ ഷംന ചേരുന്നു വിവരങ്ങളുമായി. ഷംന, ഏറെ വേദനിപ്പിക്കുന്ന വിവരം, മലയാളി ജവാൻ അടക്കം വീരമൃത്യു വരിച്ചിരിക്കുന്നു. മറ്റൊരു ജവാനും വീരമൃത്യു വരിച്ചിട്ടുണ്ട്. ഒപ്പം 2 സൈനികരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ആ സൈനികർ ആരൊക്കെയാണ് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ടോ? അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? എന്താണ് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? ഭവ്യ, തീർച്ചയായും ഏറെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. ഛത്തീസ്ഗഡിൽ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച 2 ജവാന്മാരിൽ ഒരാൾ മലയാളിയാണ്. തിരുവനന്തപുരം പാലോട് സ്വദേശി വിഷ്ണു എന്നാണ്. 35 വയസ്സായിരുന്നു വിഷ്ണുവിന്. ട്രക്കിലും ഇരുചക്ര വാഹനങ്ങളിലുമായിട്ടാണ് സൈന്യം ഉണ്ടായിരുന്നത്. ഇതിലെ ഡ്രൈവറായിരുന്നു വിഷ്ണു. ഈ വാഹന വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. എന്തായാലും നിരവധി സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ തന്നെ 2 പേരുടെ നില ഗുരുതരമാണ്. വിഷ്ണു 1 മാസമായിട്ടേ നാട്ടിൽ വന്ന് തിരിച്ചു പോയിട്ട്. എന്തായാലും മൃതദേഹം വനത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എപ്പോൾ നാട്ടിലെത്തിക്കുമെന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഏറെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. മലയാളി ജവാൻ കൂടി വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭവ്യ,
ഛത്തീസ്ഗഡിൽ നക്സലൈറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ മലയാളി ജവാനും പാലോട് സ്വദേശി വിഷ്ണു ആറാണ് മരിച്ച മലയാളി ജവാൻ. മറ്റൊരു ജവാൻ ശൈലേന്ദ്രയും വീരമൃത്യു വരിച്ചിട്ടുണ്ട്. നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് പുറത്തുവരുന്നു. 2 സൈനികരുടെ നില ഗുരുതരമെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഐഷത്തുൽ ഷംലയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റിൽ അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.